മോട്ടോ നിരയിൽ പുതിയ താരങ്ങൾ എത്തുന്നു. മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദിയിൽ മോട്ടോ G5, G5 Plus എന്നിങ്ങനെ 2 മോഡലുകൾ മാതൃകമ്പനിയായ ലിനോവോ അവതരിപ്പിച്ചു. ഡിസൈനിൽ മുൻഗാമികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മോട്ടോ G5ഉം G5 Plusഉം. G4ലും G4 Plusലും പ്ലാസ്റ്റിക് ബോഡി ആയിരുന്നെങ്കിൽ G5ലെത്തുമ്പോൾ അത് ലോഹമായി മാറുന്നു. .2 ഡിസ്പ്ലേയിലാണ് മോട്ടോ G5 Plus എത്തുന്നത്. 3000 mAh ബാറ്ററി. ആൻഡ്രോയിഡ് നൗഗട്ടിലാണ് ഫോൺ എത്തുന്നത്. .32GB, 64GB എന്നിങ്ങനെ 2 സ്റ്റോറേജ് ഓപ്ഷനുകളിൽ ഫോൺ വിപണിയിലെത്തും. ഇന്ത്യയിലെത്തുന്നത് 32GB വെർഷനാകുമെന്നാണ് സൂചന. .12 മെഗാപിക്സലിൻ്റേതാണ് G5 Plusന്റെ മുൻ ക്യാമറ. ഫ്രണ്ട് ക്യാമറയുടെ 5 മെഗാപിക്സലിൻ്റേതും. .2GB, 4GB എന്നിങ്ങനെ 2 റാം വേരിയന്റുകൾ ഉണ്ട്. ക്വാൾകോമിന്റെ മിഡ് റേഞ്ച് CPU ആയ സ്നാപ്ഡ്രാഗൺ 625 ആണ് പ്രോസസർ. മോട്ടോ G5 എത്തുന്നത് അല്പം കൂടി ചെറിയ സ്ക്രീൻ സൈസിലാണ്. 5 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് മോട്ടോ G5ൻ്റേത്. .13 മെഗാപിക്സലിന്റെ പ്രധാന ക്യാമറയും 5 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുമാണ് മോട്ടോ G5നുള്ളത്. 32GB എക്സ്പാൻഡബിൾ സ്റ്റോറേജാണ് ഫോണിനുള്ളത്. താരതമ്യേന ശക്തി കുറഞ്ഞ പ്രോസസ്സറും കൂടി ചേരുമ്പോൾ മോട്ടോ G5ന്റെ ചിത്രം പൂർണ്ണമാകുന്നു. സോണിയുടെ മൊബൈൽ ഫോൺ ബിസിനസ് നഷ്ടത്തിലാണെന്നും മൊബൈൽ ഡിവിഷൻ അടച്ചുപൂട്ടുമെന്നും പലപ്പോഴും വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. കമ്പനി അതൊക്കെ നിഷേധിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ വാർത്തകളുടെയും നിഷേധങ്ങളുടെയും ഇടയ്ക്കും മികച്ച ഫ്ലാഗ്ഷിപ്പ് മോഡലുമായി മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദിയിലെത്താൻ മറന്നില്ല സോണി. സോണിയുടെ തിരിച്ചുവരവിന് നിമിത്തമാകുവാൻ എക്സ്പീരിയ XZ പ്രീമിയത്തിന് കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സോണിയുടെ പുതിയ ഹൈ എൻഡ് ഫോൺ എത്തുന്നത് 4GB റാമിലാണ്. 3230 mAh ബാറ്ററി. ക്വിക്ക് ചാർജ് ടെക്നോളജിയിലാണ് ഫോൺ എത്തുന്നത്. പവർ ബട്ടൺ തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറായും പ്രവർത്തിക്കും. എക്സ്പീരിയ XZ പ്രീമിയം എത്തുന്നത് ഗ്ലാസ് ലൂപ്പ് സർഫസിലാണ്. ഫോൺ കണ്ണാടി പോലെ തിളങ്ങാൻ ഈ ആവരണം സഹായിക്കും. മോഷൻ ഐ എന്ന പുതിയ ക്യാമറ സിസ്റ്റമാണ് എക്സ്പീരിയ XZ പ്രീമിയം ഫോണിന്റെ മറ്റൊരു പ്രത്യേകത. ലോകത്തെ ആദ്യത്തെ മെമ്മറി സ്റ്റാർട്ട് സെൻസറാണ് ഇതിലുള്ളത്. സെക്കൻഡിൽ 960 ഫ്രെയിംസ് വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഈ ടെക്നോളജി സഹായിക്കും. 19 മെഗാപിക്സലാണ് പ്രധാന ക്യാമറയുടെ റെസൊല്യൂഷൻ. സ്റ്റഡി ഷോട്ട്, ആൻറ്റി ഡിസ്റ്റോർഷൻ ഷട്ടർ തുടങ്ങിയ സൗകര്യങ്ങൾ ക്യാമറയിലുണ്ട്. സെൽഫി ക്യാമറയുടെ റെസൊല്യൂഷൻ 13 മെഗാപിക്സലാണ്. ഒരു കാലത്ത് മുടിചൂടാമന്നനായിരിക്കുകയും പിന്നീട് തകർച്ചയുടെ പടുകുഴിയിലേക്ക് പോവുകയും ചെയ്ത ബ്ലാക്ക്ബെറി നിലനിൽപ്പിനുള്ള കടുത്ത പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം ആദ്യം ലാസ് വെഗാസിൽ നടന്ന കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിൽ മെർക്കുറി എന്ന പേരിൽ ബ്ലാക്ക്ബെറി ടീസ് ചെയ്ത മൊബൈൽ ഫോണും മൊബൈൽ വേൾഡ് കോൺഗ്രസിലെത്തി. എന്നാൽ പേര് മാറിയിരുന്നു എന്ന് മാത്രം. ബ്ലാക്ക്ബെറി Key1 എന്ന പേരിലായിരുന്നു MWCയിൽ ഫോൺ അവതരിപ്പിക്കപ്പെട്ടത്. ബ്ലാക്ക്ബെറി പാരമ്പര്യത്തിൽ നിന്നും ഏറെയൊന്നും മാറാതെയാണ് Key1ന്റെ ഡിസൈൻ. ഡിസ്പ്ലേക്ക് അടിയിലായി തന്നെ ബ്ലാക്ക്ബെറിയുടെ ഐക്കോണിക് ഹാർഡ്വെയർ കീബോർഡ് ക്രമീകരിച്ചിരിക്കുന്നു. കീബോർഡിന്റെ സ്പേസ് ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് റീഡർ ക്രമീകരിച്ചിരിക്കുന്നത്.
ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 625 ചിപ്സെറ്റിനൊപ്പം പെയർ ചെയ്തിരിക്കുന്നത് 3GB റാമാണ്. 3505 mAhൻ്റെതാണ് ബാറ്ററി. 4.5 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേയാണ് ഫോണിനുള്ളത്. 32GB ആണ് ഇന്റേണൽ സ്റ്റോറേജ്. മൈക്രോ SD കാർഡ് വഴി സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം. 12 മെഗാ പിക്സലിൻ്റെതാണ് പ്രധാന ക്യാമറ. സെൽഫി ക്യാമറയുടെ റെസൊല്യൂഷൻ 8 മെഗാ പിക്സലും. ആൻഡ്രോയിഡ് നൗഗട്ടിലാണ് ഫോണിനെത്തുന്നത്. ഒപ്പം ബ്ലാക്ക്ബെറിയുടെ സ്വന്തം സെക്യൂരിറ്റി ആപ്ലിക്കേഷനുകളായ DTECും ഉണ്ട്.